ശരിക്കും എനിക്ക് ഓരോരോ ഫിലിമും ഒരു പാറ്റേൺ ആവുന്നതിന് താല്പര്യമുണ്ട്. എൻ്റെ ഒരു ഫിലിം ഇതായിരിക്കും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് ഇതായിരിക്കും ആൽബത്തിൻ്റെ ലൈറ്റിങ്, ഇതായിരിക്കും എന്ന് തീരുമാനിക്കാൻ എനിക്ക് തന്നെ താല്പര്യമല്ല. ഓഡിയൻസ് തീരുമാനിക്കുന്നതിന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ട് തന്നെ ഇത് ഇന്ന ക്യാമറാമാൻ പല വർക്കുകൾ നമ്മൾ പറയാം. ബാലുമഹേന്ദ്രയുടെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും. ബാക്ക് ലൈറ്റ് ആയിരിക്കും മോസ്റ്റ്ലി. ഹീറോയിൻ അതിലുള്ള എല്ലാ ക്യാരക്ടറും അഗെയിൻസ്റ്റ് ലൈറ്റ്. ബാക്ക് ലൈറ്റും പറയുമ്പോൾ നമ്മൾ ഗ്ലിറ്ററിങ് ലൈറ്റിൽ ഉണ്ടാവാറുണ്ട് ഗ്ലാമറസ് ആയിട്ട്. അത് ഏത് ആംഗിളിൽ പോയാലും അവർ ബാക്ക് ലൈറ്റിലേ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരു ടെക്നിക്ക് നല്ലതാണ്. പക്ഷേ അത് ബാലുമഹേന്ദ്ര ഫോട്ടോഗ്രാഫിന്ന് പറഞ്ഞറിയാം. എനിക്കിഷ്ടമുള്ള ഒരു ക്യാമറാമാൻ ആയതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം. പിന്നെ അത് എൻ്റെ മനസ്സിൽ ഓരോ സ്റ്റോറിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ക്യാമറ ചെയ്യുന്നതിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പല വർക്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ അഗ്നിസാക്ഷി, നന്ദനം, വാസന്തി ലക്ഷ്മി, മനസ്സിനക്കര, രസതന്ത്രം, ഇതിൽ എല്ലാത്തിലും വ്യത്യാസമായ ഒരു വർക്കാണ് എൻ്റെ ഇതിലൊന്ന് ചന്ദ്രോത്സവം, പ്രജാപതി, ചോട്ടമുമ്പി. ചന്ദ്രോത്സവം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് പ്രജാപതിയിലും ഒരു ഡിഫറെൻറ്റ് ട്രൈ ചെയ്തു. പിന്നെ എക്സ്ട്രീംലി ഡിഫറെൻ്റാണ് ചോട്ടമുമ്പൈ. കാരണം ചോട്ടമുമ്പൈ ചെയ്യുമ്പോൾ എനിക്ക് തുടക്കകാലത്തിലോ 4-5 ദിവസം ഞാൻ കംഫർട്ടല്ലായിരുന്നു. അതിന് റീസൺ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ സൂമിങ് ഓപ്പറേഷൻ, പിന്നെ ഇങ്ങനെ ചോട്ടമുമ്പൈയിൽ ചെയ്ത ചില ടെക്നിക്സ് നേരത്തെ ടെലിവിഷനിൽ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പം ടെലിവിഷൻ ഞാൻ ചെയ്ത സ്പോർട്സ് കവറേജസിലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആൽബം ഇതൊക്കെ 85, 84, 86 പീരിയഡിൽ ഞാൻ ചെയ്തിട്ട് അതിലെനിക്ക് നല്ല നെയിം കിട്ടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുരുദാസ് മാൻ പറയുന്ന സിംഗർ ആദ്യമായിട്ട് ഒരു ആൽബം ഉണ്ടായി. അത് ദൂരദർശനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ക്യാമറ വർക്ക് ഈ ചോട്ടാമുമ്പൈയിൽ ചെയ്ത ചില വൈഡ് ആംഗിൾസും ക്യാമറ ഓപ്പറേഷൻസും വിത്ത് ജർക്ക്, ഒരു അൺസ്റ്റഡിനെസ് കൊണ്ടുവരുന്ന ഒരു ഫ്രെയിംസ് പോലെ കൊണ്ടുവരിക, അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിലിരുന്ന് കുറച്ച് മാറി ട്രൈ ചെയ്തതാണ് ചോട്ടാമുമ്പൈ. അല്ലെ അത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ആ സമയത്തിൽ ഒരു റിതമാണ് ഓപ്പറേഷൻ. അത് വളരെ ആക്ച്വലി ഡിഫിക്കൽട്ടാണ്. വളരെ ലെൻസിലൊക്കെ ക്യാപ്ചറിങ് ഇമേജസ് അത് വളരെ ടഫ് വർക്കാണ്. ഫോക്കസ് പ്രോബ്ലം ഉണ്ടാകും, എക്സ്പോഷർ പ്രോബ്ലം ഉണ്ടാകും, ക്യാപ്ചറിങ് ഒരു ഓബ്ജക്റ്റ് വിട്ടിട്ട് തിരിച്ച് പിടിക്കുക, തിരിച്ചിരുന്നത്. അതൊരു ടൈമിങ്ങാണ്, ഒരു റിതമാണ്. അത് കുറേ കാലത്തിന് ശേഷം ഞാൻ ചെയ്തെങ്കിലും പിന്നെ അത് ഓക്കെ ആയി. അൻവർ ചെയ്തും പിന്നെ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വർക്കെന്ന് പറയാൻ തുടങ്ങിയപ്പം ഞാൻ കുഴപ്പമില്ല, ഒരു സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഐ എം ഓക്കെ.